നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനിനുള്ളിലെ ദുരന്തങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. ചോദ്യം ചെയ്ത TTRനെ പോലും തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്നാൽ ട്രെയിനകത്ത് കൊലപാതകങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എപ്പോഴും സംഭവിക്കാറുണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ട്രെയിനകത്ത് കൊലപാതകം നടക്കുന്നത് വലിയ അത്ഭുതമല്ല എന്ന് പലരും പറഞ്ഞിട്ട് വരെയുണ്ട്. എന്തായാലും ഇവിടെ സൈനികന് പോലും രക്ഷയില്ല എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. അവധിക്ക് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സൈനികനെ ട്രെയിനിനുള്ളിൽ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. രാജസ്ഥാനിലെ ബിക്കാനീറിനടുത്തുള്ള ലുങ്കരൻസർ സ്റ്റേഷന് സമീപത്ത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം. ജമ്മു താവിയിൽ നിന്ന് ഈ സബർമതിയിലേക്ക് പോകുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു ദാരുണമായ സംഭവം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ അറ്റൻഡർമാരായ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികനെ ഗുജറാത്ത് സ്വദേശി ജിഗർ കുമാർ ചൌധരി എന്ന 27 വയസ്സുകാരനാണ് തിരിച്ചറിഞ്ഞത്. ജിഗർ കുമാർ ചൌധരി എന്ന 27 വയസ്സുകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇദ്ദേഹം അവധി ആഘോഷിക്കാനാണ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാത്രി യാത്രക്കിടെ സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് റെയിൽവേ അറ്റൻഡർമാരിൽ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സൈനികനെ വയറിലും നെഞ്ചിലും ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുത്തേറ്റ സൈനികൻ ട്രെയിനിനകത്ത് കുഴഞ്ഞു വീണു. സഹയാത്രികരാണ് ഉടൻ തന്നെ വിവരം ട്രെയിൻ അധികൃതരെ പോലീസിനെയും അറിയിച്ചത്. ട്രെയിൻ ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ സൈനികനെ ഈ പ്രിൻസ് ബിജയ് സിംഗ് മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനോടകം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ അറ്റൻഡർമാരായ ജുബർ മേമർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന യാത്രക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകം നടന്ന കോച്ച് പരിശോധനയ്ക്കായി പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഈ കോച്ചിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ സുരക്ഷാ കാരണങ്ങളാൽ മറ്റൊരു കോച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രെയിൻ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം കൂടുതൽ വിശദമായ ഫോറൻസിക് പരിശോധനകൾ നടത്തും. ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള പ്രതിനിധികളും കൊല്ലപ്പെട്ട സൈനികന്റെ കുടുംബാംഗങ്ങളും എത്തിയ ശേഷം ബിക്കാനീറിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനകത്തുള്ള ഓരോ പ്രശ്നങ്ങളും കൃത്യമായി തന്നെ പോലീസ് അറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങ് കേരളത്തിൽ വരികയാണെങ്കിൽ അതിന് കേരളത്തിലായാലും ഗുജറാത്തിലായാലും സ്ഥിതിഗതികൾ മോശമല്ല, മാറ്റമില്ല എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വർക്കലയിൽ പെൺകുട്ടിയെ 19 വയസ്സുകാരിയ പെൺകുട്ടിയെ വർക്കലയെ എത്തിയാറായപ്പോൾ ചവിട്ടി താഴെയിട്ട സംഭവത്തിൽ പ്രതി സുരേഷിനെ RPF കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിയെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. എന്തായാലും RPF ഈ പ്രതിയെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്ന വിവരം.